നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആരും കാണില്ല, ആരും ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല. ഓരോ ട്രിപ്പിലും ഓരോ പെർഫ്യൂം. ഈ ട്രിപ്പ് മൊത്തം ഇല്ല, നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഈ സ്മെല്ല് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ട്രിപ്പൊക്കെ ഒരു മെമ്മറീസ് ഓർമ്മ വരും. നിങ്ങൾ വേണമെങ്കിൽ ചോട്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച അഡിഡാസും ഐസ്ബർഗും ആണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. അന്ന് പണ്ട് എപ്പോഴും ചോട്ട് വാങ്ങിച്ചത് എനിക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഞാൻ ആ 2 ബ്രാൻഡാണ് മാറി മാറി യൂസ് ചെയ്യുന്നത്. വേറൊരു ബ്രാൻഡും എനിക്ക് ഒക്കുന്നില്ല. പിന്നെ അതേപോലെ ഇത് ഏതൊരു ട്രിപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഈ ലുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ വ്ളോഗിൽ. സംഭവം ഞങ്ങളിതൊരു യാത്ര പോവാണ്. നമ്മൾ കാത്തിരുന്ന് അവസാനം ആ ദിവസം ഇന്നാണ്. അപ്പോൾ ഞങ്ങൾ പോവാൻ മുമ്പ് ദുആ ഒക്കെ ചെയ്യാൻ വേണ്ടി ഗുജറാത്ത് പള്ളിയിൽ പോവാണ്. അപ്പോൾ ജീനയും ഞാനുമാണ് പോകുന്നത്. അപ്പോൾ ജീന ഒരു 5 മിനിറ്റ്സ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാം. വേറെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. പോകാൻ മുമ്പ് ഇന്ന് രാവിലെ മോർണിംഗ് ഷിപ്പാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോസ്റ്റ്പോണ്ട് ആയിട്ട് ഈവനിങ് ആന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഗുജറാത്ത് പള്ളിയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടിപൊളിയാണ് അവിടുത്തെ ആർക്കിടെക്റ്റൊക്കെ. അപ്പോൾ അപ്പോൾ ഒരു ചെറിയ പ്രിപ്പറേഷൻ വ്ളോഗാണ് ഇന്നത്തെ. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടും പോകുന്ന വഴിയൊക്കെ കാണാം. അപ്പം ജീന എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പം ഗുജറാത്ത് പള്ളിക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ മുമ്പേ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് ദുആന്റെ. അതൊക്കെ ചെയ്യണം, അതൊക്കെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. എനിക്ക് നല്ല വിശപ്പും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് പരിപാടിയിൽ കാണാം. ഭയങ്കര വയറുകളൊക്കെ അതെ, അപ്പോഴേ തുടങ്ങി. അതാണെങ്കിലും ഇല്ല, മാത്രല്ല ഞങ്ങളുടെ ഒരു ബാംഗ്ലൂർ സ്റ്റേ റെഡിയാവുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ ഞങ്ങൾ ലൈവ് ആയിരിക്കും. ചമ്മി അയ്യോ പടച്ചോനെ കാത്തോ. ഊട്ടിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവര്, ഞങ്ങളെ തേക്കുമെന്ന് അറിയത്തില്ല. ഊട്ടിയാണ് ഇപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അതെ ഗുജറാത്ത് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ മാമന്റെ വൈഫിന് എന്തോ നേർച്ചയിട്ടത്, അതിനും പൈസ. നിങ്ങൾ എത്ര 100 രൂപയാ? നമുക്ക് വാവക്ക് കുറച്ച് സാധനങ്ങള് ഫ്രണ്ട്സ് തന്നതുണ്ടായിരുന്നു, അതും കൊടുക്കണം. അപ്പൊ ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതെമ്പാടും പൈസ അല്ലോ, ഇതൊന്ന് നോക്ക്. ഇതെല്ലാം ഞങ്ങൾക്ക് ഡൊണേഷനാ. മാമന്റെ വൈഫ് ടൂർ ഫണ്ടിന് തന്നതാണ്. ജീന റിച്ച. ഇത് എത്ര 313? ഓക്കെ ഡിയർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇങ്ങനെ ഇവിടെ മിന്നിച്ചോണ്ടിരുന്ന അവിടെ മിന്നില്ല. അപ്പൊ നമ്മളെത്തി. ഇതാണ് ഗുജറാത്ത് പള്ളി. ഇവിടെ എത്രയോ കാലമായി ഇവിടെ വന്നിട്ട്. അപ്പൊ നമ്മുടെ ഗുജറാത്ത് പള്ളി എത്തിയിട്ടുണ്ട്. കാൽ കഴുകാൻ പറ്റതാ ഇത്? സംഭവം തന്നെ നമ്മ പർദ്ദയും ഹിജാബ് ലുക്ക് അടിപൊളിയാണ്. നല്ല ഗ്രീനറി ഇവിടെ. ഷറീഷ് തങ്ങളത്. ഓക്കെ, ബൈക്കിലൊക്കെയാണ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നല്ല വെയിൽ ഇവിടെ. അധികം ഉറക്കെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ബാക്ക് സൈഡാണുള്ളത്. ഇത് 2 മക്ബറയാണ്. ഞങ്ങൾക്ക് ബാക്കിലേക്കാണ് അലൗഡ് ഉള്ളത് കേട്ടോ. ഇവിടെ ദുആ ചെയ്തിട്ട് വരാട്ടോ.
ബൈക്കിൽ ഇങ്ങനെ മൊത്തത്തിൽ മാറ്റി കുറേ ആയിപ്പോൾ മാറ്റി. അവിടെ പോയി അതിനാ ആർക്കിടെക്റ്റ് എടുക്കലാമായിരിക്കാം. അവിടെ അപ്പുറത്ത് ഈ ഈത്തപ്പഴം ഇല്ലേ, ഈ ഈത്തപ്പഴമല്ല അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ ഈത്തപ്പഴം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് അല്ലേ? ഇതൊക്കെ ഐസ്ക്രീം ഇതില്ലേ അതിന് ലൈറ്റ് കൂടി 3 സിപ്പാക്കി പിടിക്കണം. അതെ മൺചട്ടിയോട് വെച്ചാലൊക്കെ ഇങ്ങപ്പുറത്ത് പോയി ഇതാക്കി അങ്ങനെ പൊളി. അവിടെ ആരെങ്കിലും ഉണ്ടാവില്ലേ? വാ ഇങ്ങനെ വാ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കൊത്തുപണികൾ എന്ന് വെച്ചാൽ പള്ളി ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ കൊത്തുപണികളെ കുറിച്ച് എപ്പോഴും ഒരു ഇതായിരുന്നു, ഭയങ്കര അത്ഭുതമാണ് ഇവിടെ. അതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കൊത്തുപണികൾ. അതും ഇതിൻ്റെ റൂഫിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, വുഡണാണ് ഇത് മൊത്തം. ഭയങ്കര അത്ഭുതമാണ്. അന്നത്തെ കാലം ഇത് എത്രയോ വർഷം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആർക്കിടെക്റ്റ്, ചിറാപ്പള്ളി. ചിറാപ്പള്ളി അടിപൊളി. ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. നമ്മളിപ്പോൾ കുടിച്ച വെള്ളം ഉണ്ടല്ലോ, അതെടുക്കുന്ന കിണർ ഇതാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആരും കാണില്ല, ആരും ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല. ഇത് ഇവിടെ ഉഴുവെടുക്കുന്ന സ്ഥലം. കൈ അത് കാലൊക്കെ വെള്ളം എടുക്കണ്ടല്ലേ? ഏറ്റവും ഭംഗിയുള്ള തേങ്ങ ഇത് വെച്ചിട്ടും ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു യാത്രക്കൊക്കെ പോകാൻ മുമ്പ് ഇവിടെ വന്ന് ദ്വാ ചെയ്തിട്ട് പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ഫ്രീ ആവും. ഇവിടെ വന്ന് ഇരുന്നാൽ തന്നെ ഒരു നല്ല റിലാക്സ്, അടിപൊളി റിലാക്സിങ് മൈൻഡാണ്. അതെ, ഈ സമയത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു 11 മണി സമയം. വെള്ളിയാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാത്രിയും വന്നാൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക്.
ആ സമയത്ത് ലേഡീസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താണെന്നറിയോ, ആണുങ്ങൾ കുറേ ഉണ്ടാവും, അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം കുറേ ആൾക്കാർ ഭയങ്കര ഭയങ്കര ഒരു അവരുടെ ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ലേഡീസ് വരുമ്പോൾ വരാൻ നല്ലത് ഈ ഒരു സമയത്താണ്, ഒരു 10 മണി കഴിഞ്ഞിട്ട്, ഉച്ചയ്ക്ക് മുമ്പ്, ബാങ്കിനും ഒക്കെ മുമ്പ്. കേരളത്തിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉജിറപ്പള്ളി മസ്റ്റായിട്ട് വിസിറ്റ് അങ്ങനെ വന്നാൽ നമുക്ക് നിന്ന് കാമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച തിങ്കളാഴ്ച വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, വന്നാൽ തന്നെ നമുക്ക് കുറേ പേരുള്ളത് കൊണ്ട് നമുക്ക് കുറേ നേരം നിന്ന് ദുആ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. മക്ബറേൻ്റെ മുമ്പിൽ നിന്ന് ദുആ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ സമയമാകുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് നമ്മളെ രീതിയിൽ ദുആ ചെയ്യാം. അതെ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആരും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ, നമുക്ക് കുറേ പരിപാടി ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കയറി അവിടെ ഈ സ്റ്റെയർ ആയിരുന്നു പണ്ട്. ഇത് മെയിൻ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയ ആൾക്കാർ, ഇതിൻ്റെ അതോറിറ്റീസ്, അവർക്കൊക്കെയാണ്. അതെ. പിന്നെ ഇപ്പം നമ്മൾ കയറി വന്ന ഈ സ്റ്റെയർ ഉണ്ടല്ലോ, ഇത് ഈ അടുത്ത കാലം ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു സ്റ്റെയർ, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അത് 3 ഉണ്ടായിരുന്നത്. ഇവിടെയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നോക്ക്, കണ്ടോ, ഇവിടെ വെള്ളമുണ്ട്. മക്കളെ മറ്റേ ഡെലിവറിക്ക് മുമ്പ് അങ്ങനെ എന്തോ ഉണ്ട്. അതേപോലെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര വാശിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുളിപ്പിച്ചിട്ടൊക്കെ പോകും. വാശി എന്തെങ്കിലും വിട്ടുമാറാത്ത എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അതെ, അവിടെയാണ് ആ ഒരു വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇറങ്ങട്ടെ. കിട്ടി അല്ല. നെക്സ്റ്റ് എന്തെങ്കിലും കുടിച്ചാലോടോ, നമുക്ക് നല്ല വിശപ്പ്. ബഹന സമയത്ത് നോക്കിയാലോ. ഓക്കെ, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ. രാവിലെ ഇതിൻ്റെ ഒരു ഓട്ടത്തിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ചായ, പ്ലെയിൻ ചായ കുടിക്കുന്നത്, അതിൽ കടി പോലും ഇല്ല. ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ട് ലാസ്റ്റ് സമയമാകുമ്പോൾ എന്തോ ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ബാങ്ക്, കാനറ ബാങ്ക്. അപ്പോൾ ബാങ്കിലേക്കൊന്ന് കയറണമായിരുന്നു. എന്നാ പോയിച്ചു മേട്ടെ, മറ്റേ നാക്കിപ്പോൾ ബാങ്ക് അതന്നെ യൂസ് ചെയ്യാൻ കിട്ടിയോണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുമല്ലോ. ക്ലോസ്ഡ് ആണോ? ഇവിടെ ഈവനിങ് ആയിരിക്കും ഉള്ളത്. ഞങ്ങളപ്പോൾ അവരുടെ ഇവിടെ സീലയും ഇവിടെ പൊറോട്ടയും മീൻ മസാലയും നല്ല ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കാൻ വന്ന ഫുഡാണല്ലോ, നല്ല ബഹളമൊക്കെ. ഇവിടെ ആരെങ്കിലും വരുന്നതായിരിക്കും ഓർഡർ എടുക്കാം. നല്ല അടിപൊളിയാണ്. കൂടിൻ്റെ ഉള്ളിൽ പോലെ, കൂടാരം പോലെ ഇങ്ങനെ ഒരു ക്യാബിനറ്റ് ഫാമിലിക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഹോട്ടലിൽ മെയിൻ ജെട്ടി ഏരിയത്തുള്ള ടിക്കറ്റ് കൗണ്ടർ അല്ലേ? ഇത് നമ്മുടെ മെയിൻ ജെട്ടിന്റെ സൈഡിൽ ഉള്ളതാണ്. സീലൈൻ ഓർഡർ എടുക്കാൻ ആരും വരുന്നില്ല. നമ്മുടെ കയ്യിൽ ടൈമില്ല, തീർന്നു. എവിടെ പോകണ്ട? വടക്കേ നല്ല എവിടെയാണ്? എനിക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാനുള്ള ആഗ്രഹം. ഈ സമയത്ത് ഇവിടെ എന്താണെന്നറിയോ പ്രശ്നം, രാത്രി ഉണ്ടാവും.
ഇല്ല, ഇവിടെ മോർണിംഗ് ഉണ്ടാവും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം കഴിഞ്ഞുകൊണ്ട് തീർന്നു. സമയം 12 മണിയായി. അതില്ല, റാക്ക ഹോട്ടൽ നമ്മളത് ഇവിടെ എത്തി അവസാനം കഴിക്കാൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ദോശ ഉണ്ടുമല്ലോ. കേരട്ടെ. ഹേയ്, സബ്സ്ക്രൈബേഴ്സ് ആണോ? ആരാ? സാധാരണ ഞങ്ങള് ഇവിടെ എത്തി, ഇവിടെ ദോശ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ദോശ ഉണ്ട്, മിനിക്കോയ് പൊറോട്ട ഉണ്ട്, മീൻ ഫ്രൈ, മുടി അതേപോലെ കെട്ടാണ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു. ആ, നല്ല ഒരു ബിൽഡിങ് തന്നെ അങ്ങനെ സെറ്റാക്കിയതാണ് അവര്, അല്ലേ? സംഭവം അടിപൊളി, ഫ്ലോറൊക്കെ അടിപൊളി. ചൊല്ലുക. ഓ, ഞങ്ങൾ മിനിക്കോയ് പൊറോട്ട ഇതാണ് ഓർഡർ ചെയ്തത്. മീൻ കറി ഇഷ്ടമായ? എങ്ങനെയാണ്? ഇതിൻ്റെ പാക്കിങ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പാക്കിങ് വീഡിയോൻ്റെ കൂടെ. എൻ്റെ പാക്കിങ് വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് പോയി പാക്ക് ചെയ്യണം. എനിക്ക് 3 വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ലേറ്റായി പോയി. ഇവിടെ കസിനുണ്ട് വാവ. അപ്പൊ വാവയ്ക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് കൊടുക്കണം. പിന്നെ വാവനെ കണ്ടൊരു യാത്ര പറയാൻ വേണ്ടിയൊക്കെ പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വിശന്നിട്ടായിരുന്നു ഞാനും ജീനും അവിടെ എത്തിയത്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ചായ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹോട്ടൽ ബറാക്ക, ഹോട്ടൽ ബറാക്ക. മറ്റേ ദീപശ്രീ ആണ് എന്ന് വെച്ചാൽ ഈ കുടുംബശ്രീ ഒക്കെ പോലെ. പിന്നെ എന്താണെന്നറിയോ, കൺവീനിയൻ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. നാടൻ ഫുഡൊക്കെയാണ്, മാക്സിമം നാടൻ ഫുഡൊക്കെ തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ്. സ്ഥലം ഞാൻ പറയാം, നമ്മുടെ ഹാർബർ ജെട്ടി, കവരത്തി ഹാർബർ ജെട്ടീൻ്റെ ആ ഒരു റോഡ് കൂടെ ഫസ്റ്റ് റൈറ്റിൽ തന്നെ ഫസ്റ്റ് ഏതാ ഹട്ട്, ആ പാരഡൈസ് ഹട്ട് കഴിഞ്ഞിട്ട് അത് കൂടെ വരുമ്പോൾ പാരഡൈസ് ഹട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരും. ആണ് വാവയുടെ മറ്റേ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഞാനും ജീന ഇതേപോലെ വട്ടവട പോയപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് റീൽസ് ഇട്ടിട്ടില്ല. അവര് മറ്റേ ഓഫ് റോഡ് നമുക്ക് കേറാൻ പറ്റിയില്ല, വണ്ടി അത്യാവശ്യം ഓഫ് റോഡും ആയിരുന്നു അത്. 2 ചെക്കന്മാര് വന്ന്, പക്ഷെ നമ്മുടെ വീഡിയോയിലുണ്ടടാ അത്, വട്ടവട വീഡിയോയിലുണ്ട് അത്. പക്ഷെ നമ്മളെ പറ്റിയിട്ടില്ലല്ലോ, ഓഫ് റോഡ് കൊണ്ടില്ലല്ലോ. ആ ഓഫ് റോഡ് പോകുന്നില്ല. അത് ഹസ്ബൻഡ് കൊള്ളാം കുഞ്ഞ്. വാവേ പോകുന്നു. വാവേ വാവേ കുഞ്ഞാറ്റ് കണ്ടില്ലേ ഉള്ള കുഞ്ഞാറ്റ വാവാന്നൊരു ആ പീപ്പിക്കാരുണ്ടല്ലോ. മോളിലാണ് ഇതില് സോജി തന്നെ കഴിഞ്ഞാൽ സാധനം അവനെ ബൈക്ക് നമുക്ക് മറന്നു കപ്പിന് വെച്ച് ഇതാണ് നമ്മുടെ വാവയുടെ ഹസ്ബൻഡ്. പാവം ഒരു കൊച്ചിനെ കരയിച്ചിട്ട് പോവുക. അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഓക്കെല്ലോ, അപ്പൊ ബന്നെ കാണാം. ഞങ്ങൾ കുറെ പീപ്പി മേടിച്ചോണ്ട് വരുവാനെ, കരയുടെ മക്കൾക്ക്.
സമയം മാത്രമേ ഇവിടെ അതേ ആള് കരഞ്ഞത് കൊണ്ട് അധികം സമയം നിൽക്കേണ്ടി വന്നില്ല തന്നെ. ഓ വ്ലോഗിലെ വിശേഷം കാണാം. കുടിച്ചേച്ചും തന്നെ ഇപ്പ ആ ഫോട്ടോ. അപ്പോൾ നമ്മൾ ബാങ്ക് പോയിട്ട് പരിപാടി നടന്നിട്ടുണ്ടായില്ല. കുറച്ച് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ കയറും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് കൊടുത്തിട്ട് വീട്ടിൽ പോവാം. ജീനക്കും വേറെ പരിപാടി ഉണ്ടല്ലേ ജീന? ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഹായ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഇത് കണ്ടോ, ഇഷ്ടംപോലെ സംഭവം പാക്ക് ചെയ്യാനായിട്ട് ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഞാനെല്ലാം പക്ഷെ സോർട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു പോയത്. ജീനയുടെ പാക്കിങ് കഴിഞ്ഞല്ലേ? അപ്പൊ എൻ്റെത് ഷിപ്പ് ഡിലേ എന്ന് പറഞ്ഞിട്ട് ഉഴപ്പി നടക്കുമായിരുന്നു. ജമീനയും ജീനയും അപ്പോഴേ പാക്ക് ചെയ്തു. അപ്പോൾ അതെ, അതുകൊണ്ട് രണ്ടുപേരും റിലാക്സ് ഇരിപ്പുണ്ട് അവിടെ. അപ്പം ഞാനിതെന്തായാലും പാക്ക് ചെയ്യും. ഇഷ്ടം പോലെ ഉണ്ട് പാക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ പാക്കിങ് നടക്കട്ടെ. ആലോചിച്ചൊരെത്തുമ്പണി കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ പണിയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സമയം നമ്മൾ ബാങ്കിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ട് ബ്ലോക്കാണ്. പിന്നെ അതിന് കുറേ വെരിഫിക്കേഷൻ വേണം, അതിന് ഫോട്ടോസ്റ്റാറ്റ്, അങ്ങനെ ഒക്കെ പോയിട്ട് കുറേ സമയം അവിടെ നിന്നു. ഇനി ഡോക്യുമെൻറ്റ്സ് കൊടുത്തതിന് ശേഷം തന്നെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ അപ്പോൾ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് ഊട്ടിക്ക് വേറെ ബാംഗ്ലൂർ വേറെ. അപ്പൊ എറണാകുളത്തൊക്കെ അതെല്ലടോ പറഞ്ഞത്. ഞാൻ ഇടുന്ന ചുരിദാറും പിന്നെ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ടോപ്പ് എടുക്കുന്നത് എന്നാ റഷ്യാണെങ്കിൽ എന്നെ കാണ്ടി റഷ്യാണെങ്കിൽ അവന്റെ 2 പാന്റ്. അപ്പം വലിയ പാന്റ് മറന്നിട്ടാ പോയത്. ചിക്കൻ അവിടെ പോയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ 2 സംഭവം ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഒരു സെറ്റ് വീട്ടിലേക്ക് ഇടുന്നതും ഒരു സെറ്റ് നോർമൽ ഇടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇതേപോലെ 2 സെക്ഷൻ, നമ്മൾ 2 രീതിക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ 2 എടുത്ത് വെക്കണുള്ളൂ. അയ്യോ, ഒന്ന് വെച്ചാൽ തന്നെ നിറഞ്ഞോങ്കില്, പക്ഷെ ഫുൾ ഓർഗനൈസ് ആവും തോന്നും. അപ്പൊ ഞാൻ ഇതിലേക്ക് മടക്കി വെക്കാൻ ആലോചിക്കുക. റോൾ ചെയ്ത് വെച്ചാ മതി. എന്നുവെച്ചാ പാന്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് കയറ്റാം. വേറെ വെക്കാട്ടോ. നന്നാതെല്ലാം ഷോർട്ടൂന് ഒരു 4 വെക്കേണ്ട ഇടത്തൊക്കെ തന്നെ ഒരു പാന്റില്. ഇത് നോക്കണോ, ജാക്കറ്റ് തന്നെ കുറെ ഉണ്ട്. അത് പക്ഷെ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ അതെന്താടോ ഓറഞ്ച് ബാഗ്? ഇതാ, ഇത് നമ്മുടെ കോസ്മെറ്റിക്സും കാര്യങ്ങളെല്ലാം ഇടുന്ന ഓർഗനൈസർ ആണിത്. ഇതിന്റെ ഉള്ളിൽ ഒരു പേഴ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കമ്മലൊക്കെ ഇടാം. ഇല്ല, അത് നമുക്ക് പൈസ സൂക്ഷിക്കാം, എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ചെയിനൊക്കെ. പിന്നെ അതേപോലെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പലതും വെക്കാനുള്ള ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട്. ഞാനിത് പണ്ടൊരു ട്രിപ്പിന്, നമ്മുടെ ഫാമിലി ട്രിപ്പ് പോയപ്പോൾ മണാലി പോയപ്പോൾ മേടിച്ചതാ. മണാലി പോവാനുള്ള പ്ലാനിൽ വാങ്ങിച്ചതാ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു ബാഗിലേക്ക് ഇത്രയും സംഭവം റെഡിയായി, സെറ്റായി. ഞാനിനി കുറച്ച് ഷിപ്പിലേക്ക് ഇടാൻ ഒരു സെറ്റ് വേറെ വെക്കുന്നുണ്ട്, മറ്റേ ഷിപ്പിൻ്റെ ഉറങ്ങാൻ വേണ്ടി. പിന്നെ ഇത് എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഇവര് എന്തൊരു സീരിയസ് ചെയ്ത് മുമ്പിൽ ആളെ ഏതോ ഒരു കാലം പാക്ക് ചെയ്ത് വെച്ചു. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അതുമാതിരി നാക്ക് നൈറ്റ് ഡ്രസ്സ് ഒന്നാണ്, ഒരു സെറ്റാണ് നാക്കെടുത്ത്. കാരണം അവിടെ പോയി നാക്ക് എടുക്കണമെങ്കിൽ എന്തായാലും, കാരണം ഇവിടെ നാട്ടിൽ നൈറ്റ് ഡ്രസ്സ് അത്ര കുറവാണ്. എടോ ഇത് കണ്ട, എൻ്റെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ഇത്. പക്ഷെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ വെക്കാം. ഇതൊക്കെ
മാക്സിമം ഇതിൽ നമുക്ക് കുത്തിക്കയറ്റാം. പിന്നെ ഞാനില്ലേ വേറൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ട്രിപ്പിൽ നിങ്ങൾ ചെയ്യുന്നോന്നറിയില്ല, ഓരോ ട്രിപ്പിലും ഓരോ പെർഫ്യൂം. ഈ ട്രിപ്പ് മൊത്തം ഈ പെർഫ്യൂം റഷീക്ക ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഈ സ്മെല്ല് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ട്രിപ്പൊക്കെ ഒരു മെമ്മറീസ് ഓർമ്മ വരും. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. കാര്യം ഞങ്ങൾ മണാലി പോയപ്പോൾ ഇതായിരുന്നു യൂസ് ചെയ്തത്, സോണിയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ അടിപൊളിയാണ്. ഞാൻ ജീരക്ക് തരട്ടെ കുറച്ച്. തീർന്നു ഇത്. സ്മെല്ല് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട്. ലൈറ്റ് സ്മെൽ. പിന്നെ ഒരു കാര്യം പറയാം, പിന്നെ ചോട്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച അഡിഡാസും ഐസ്ബർഗും ആണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. അന്ന് പണ്ട് എപ്പോഴും ചോട്ട് വാങ്ങിച്ചത് എനിക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഞാൻ ആ 2 ബ്രാൻഡാണ് മാറി മാറി യൂസ് ചെയ്യുന്നത്. വേറൊരു ബ്രാൻഡും എനിക്ക് ഒക്കുന്നില്ല. പിന്നെ അതേപോലെ ഇത് ഏതൊരു ട്രിപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഇതും അതേപോലെ ജീന, ഇത് നോക്കി നോക്ക് ഇവിടെ ഇവിടെ. എൻ്റെ അമ്മ അത് എന്ത് ലോങ് ലാസ്റ്റിംഗ് എന്നറിയോ. പക്ഷെ ഭയങ്കര ഒരു കുത്തുണ്ട സ്മെല്ലാ. പക്ഷെ പോവില്ല, കഴുകിയാലും പോവില്ല. ഞാൻ ഇതൊക്കെ വെക്കട്ടെ. പിന്നെ ഇപ്പൊ മാമ എർത്താണ് കൂടുതലും കോമൺ ആയിട്ടുള്ള സാധനം വേണ്ടല്ലോ. ഞാൻ ഫേസ് വാഷ് എടുത്തിന് മാമ എർത്തിനതാണ്. പക്ഷെ ഇതിനതില്ല മിർട്ടാണി മിട്ടി സംതിങ് അതിനതാണ്. ഇത് ഞാൻ എടുത്തോളൂ. ഇത് നമ്മൾ കോമൺ യൂസ് ഷവർ ജെൽ എടുക്കണമെന്നാ. ഒരാൾക്ക് ഒരു ലിപ്സ്റ്റിക് ഇല്ലാത്തോളം കൂട്ടായ ഷെയർ ചെയ്യാൻ ഒരു ലിപ്സ്റ്റിക് എങ്കിലും തരുവാണ് കയ്യുണ്ട്. ഞാൻ ട്രിപ്പിന് വേണ്ടി തന്നെ ഒരു കുന്ന ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഉള്ളതൊക്കെയാണ്. പക്ഷെ എറണാകുളത്ത് കുറെ ഓർഡർ ചെയ്ത് അവിടെ എന്റെ ഫ്രണ്ട് എൻ്റെ 2 ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാം, കൽപ്പിനിലത്തെ ഫാത്തിമ. അവള് ഞാൻ പക്ഷെ ലിക്വിഡ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ട്രിപ്പിനെ എടുത്ത് പിടിക്കുന്നുണ്ട്. ആരെങ്കിലും യൂസ് ചെയ്യുമല്ലോ. പിന്നെ ഞാൻ ഞാൻ കൊണ്ടുപോകണോ വെറുതെ? കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ ആരും എടുക്കൂല. ഇത് ഞാൻ എടുക്കില്ല. ഇത് പ്ലമ്മിന്റെ ആണ്. ഞാനൊരു റിവ്യൂ പറയട്ടെ. ഞാൻ പ്ലമ്മിന്റെ പ്രോഡക്റ്റിന്റെ റിവ്യൂ കണ്ടിട്ട് എടുത്താണ്. ഇത് ഡിയോഡറൻറ്റ് അണ്ടർ ആർമിലേക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ വേസ്റ്റ് സാധനം. നെഗറ്റീവ് ആണെങ്കിലും ഞാൻ എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ നിവ്യ ആയിരുന്നു ഡിയോഡറൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് 48 hours ആണെങ്കിലും 1 day ഫുള്ളായിട്ട് നമുക്ക് സ്മെല്ലൊന്നും ഉണ്ടാവാണ്ടിരിക്കും. ഇതിൽ ഒരു സ്മെൽ വരാത്ത മാത്രമല്ല, ഭയങ്കര കുത്തുന്ന ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ വേപ്പിൻ്റെ സ്മെല്ലേ അല്ലാത്ത പോലെ വരുന്നുണ്ട്. സോ വേസ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ ആദ്യം പുതുതായിട്ട് ട്രൈ ചെയ്തത് ഇത് ഞാൻ കളയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. പോകോട്ട് എനിക്ക് വേണ്ട. പിന്നെ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ. എത്ര പേരുടെ മുഖവും കയ്യും നഖമൊക്കെ പോകുന്ന എനിക്കറിയില്ല. ജീനനെ കാണുമ്പോ തന്നെ അടിക്കുന്ന ഒരു ഡയലോഗ് എതിലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ പോയി. എതിലിന്റെ വാർഷിക ഇതാണ്. ഓരോ ഫിലിം എറണാകുളം ഇറങ്ങിയ നാക്കൊരു സൺ ഗ്ലാസ് വേണ്ടി പോവാനേ. അടിപൊളി സാധനം മാറി വെക്കാൻ കേട്ടാ. ഇതൊക്കെ മാറി ഞാൻ തരൂല. അതൊക്കെ മാറി വെക്കാം. അയ്യോ മാറി വെക്കാൻ പിന്നെ മുഖം നിർത്തി 4 എണ്ണം ഒറ്റടിക്ക് പോയിപ്പാ പോവാങ്ങി. ഞാൻ ഓരോ സീനും മാറ്റി മാറ്റി വെക്കണ്ടേ. ഇതിലേത് ചേരുണ്ടാ നോക്കണ. വാ ഒരു കിളവി മതാമെരുക്ക്. ബ്ലാക്ക് കളർ, വാട്ട് അബൌട്ട് ബ്ലൂ കളർ? വാ വാ വാ. ഓ മൈ ഗോഡ്, വാ. പിന്നെ നമ്മുടെ ബുജി ബുജി ലുക്ക്. പിന്നെ ഇവിടെ ഞാൻ ഷവർ ജെൽ എടുക്കട്ടെ എന്നാ. ഓക്കെ, ഞാൻ എന്നിട്ട് അടുത്ത ഗ്ലാസ് എടുത്ത് ബൈച്ചില്ലല്ലോ. ലോഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ക്രീമൊക്കെ ഞാനത് ഇത് അപ്പൊ എടുക്കട്ടെ. പക്ഷെ ഇത് വേണ്ട വേണ്ട എടുക്കണ്ട. നമ്മ അവിടെ ഇത്ര ഉള്ള വേണ്ടിക്കില്ല. അതാണ് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ടൈപ്പ്. പിന്നെ വേണ്ട, എൻ്റെ ഒരു ലോക്ക് ഉള്ളതുണ്ട്, അത് യൂസ് ചെയ്യാം. ഇതിനാണ് ഞാൻ പറഞ്ഞ ജീന. ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ ഡ്രോസ് ഉണ്ട്, അത് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. കണ്ടോ, ഓർഗനൈസറാണ്. പിന്നെ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇടുന്നുണ്ട്. ഫൗണ്ടേഷനും മേക്കപ്പ് ഒന്നും ശരിക്കും അന്ന് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചു വെച്ചതാണ്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ശരിക്കും ഭയങ്കര ഹെവി തോന്നും മേക്കപ്പ് ചെയ്താൽ. പിന്നെ അത് റിമൂവ് ചെയ്യണ്ടേ. അപ്പോൾ പക്ഷെ ഞാനൊരു കൺസീലറൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഡോട്ട് ആയതുകൊണ്ട് പുട്ടിടാൻ സമയം കിട്ടുന്ന സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇൻ കേസ് എന്തെങ്കിലും പുട്ടിടേണ്ടി വന്നാലോ അതിന്. പിന്നെ ഞാൻ
ലിപ്സ്റ്റിക്ക് കുറെ ഇതിൽ കയറ്റുന്നുണ്ട് കൈ എല്ലാ അതെന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്. അത് വട്ടവട മൊത്തം കഥാഞ്ഞ്. അത് മാത്രല്ല, നോക്ക് ഇത്ര വരെ ഉള്ളൂ. ഇത്രയും യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. അതെന്താ വെച്ചാൽ പല ലിപ്സ്റ്റിക്കും എക്സ്പയർഡ് ആയി പോകും. കാര്യം അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ശരിക്കും പറയണ്ടേ, ഇതും അതേപോലെ തീർന്നതാ. അതെ നോക്ക്, ഇത് തീർന്നതാ. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ എടുത്തെങ്കിലും ഇടാറുണ്ട്. മൽഹോത്ര, ഇത് മനീഷ് മൽഹോത്രയുടെ ബ്ലോഗറിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടു വിജയിപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് ഫണ്ടുണ്ടാക്കി ലിപ്സ്റ്റിക് മേടിക്കാൻ വേണ്ടിയാണ് പാവം. പിന്നെ ഒരു അടിപൊളി ഷെയ്ഡ് ഉണ്ട്, ഇതൊക്കെ ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ മാമയത്തിന്റെ അടിപൊളി, അയ്യോ ഞാൻ വന്ന് ഇതിന്റെ റിവ്യൂ പറയുന്ന പോലെ ഉണ്ട്. മാമയത്തിന്റെ മോയ്സ്ചറൈസറും കൂടിയുള്ള ലിപ്സ്റ്റിക് ആണ്. മാമയർത്തിന് മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരു ഇതിൽ റീൽസിൽ വായിച്ചതാണ്. മാമയർത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് അവളത്. ഒരു ബേബിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഉമ്മ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതൊരു കമ്പനിയായിട്ട് ബിൽഡ് ചെയ്തതാണ്. എനിക്കിത് ഈ പ്രൊഡക്റ്റ് മാമയർത്തിന്റെ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ജീനയാണ്, ഉഷു ആണ്, ഉഷ്മിത. അവള് പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് സെക്കൻഡ് യൂസ് ആണ് എൻ്റെ. കാര്യം ഒന്ന് തീർന്നിട്ട്, പക്ഷെ കറക്റ്റ് അത് ഒരു 5 days ആയപ്പോ തന്നെ ഫേസ് മൊത്തം ക്ലിയർ ആയി. പിമ്പിൾസ് ഒക്കെ സീരിയസ് ആയിട്ട്. അപ്പൊ ഇപ്പോഴും അവള് വന്നപ്പോ പറഞ്ഞു ഫേസ് ഒക്കെ ക്ലിയർ ആയല്ലോ എന്ന് പറഞ്ഞു. അതെല്ലാം ഇട്ടിട്ട് ഭയങ്കര ഡിം തോന്നുന്നു ടി വി. ഇപ്പൊ എന്തോ ഹൃദയം പിന്നെ അത് അങ്ങനെ ആ സംഭവം ഇട്ടേക്കാം. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ഷിപ്പിലേക്ക് ആവശ്യം വരും. ക്രീം, ഇത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഷുഗർ, പാലത്തിലിക്കണ ബ്രഷ് എടുപ്പം മറക്കായോ? പാലത്തിലിക്കണ ബ്രഷ് എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണത്, ബ്രഷ്. പിന്നെ അത് ഓക്കെ ഇതായി. പിന്നെ ഷിപ്പിലേക്ക് വേണ്ടതൊക്കെ ഞാൻ മറ്റേ ബാഗിൽ വെക്കാം. ഇത് വേണ്ട കേട്ടോ, ഇതും വേണം ഷിപ്പിലേക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ എവിടെ വെക്കൂടാ? എതിലും വന്നിരുന്ന ഇതെല്ലാം പൊട്ടിപ്പോകെ. സേഫ് ആയിട്ടുള്ള വെക്കട്ടെ, സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും വയ്യ. പൗഡർ ഞാൻ കോമൺ ആയിട്ട് ഈ പൗഡർ എടുക്കും. അപ്പൊ ഇങ്ങനെ എടുക്കണ ഹിമാലയ ഏറ്റവും തന്നെ ഇപ്പൊ ഉള്ള പൗഡർ ആരെങ്കിലും എടുത്താൽ മതി, ഒരുത്താൻ എടുത്താൽ മതി. ഞാൻ എടുത്തോളാം. കുഴപ്പമില്ലല്ലോ ബേബി പൗഡർ. അപ്പൊ എതിലുണ്ട്. പിന്നെ അതല്ല എന്നും കൊണ്ടുപോയി മോളെ വെറുതെ ഇവിടെ ബ്ലഷ് ഊട്ടി തക്കാളി. ഇതെനിക്കൊരു കൺഫ്യൂഷനാണ്, ഇത് എടുക്കണോ വേണ്ടെന്ന്. ഇത് ഐജൽ ഇടുവാൻ പിടിയുണ്ടോ? അതറിയാം, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ കട്ട പിടിക്കുമെന്നാണ്. കട്ട പിടിച്ചെന്ത് ചെയ്യും? കട്ട പിടിക്കുക ഊട്ടിയിലെല്ലാം പോയാ. ഊട്ടി നല്ല തണുപ്പുണ്ടായ കട്ടടിക്കും. ഈവൻ മറ്റേ ഓയിൽ പോലും തട്ടടിക്കും. അപ്പൊ മറ്റേ കാലിക്കറ്റിന്റെ തലക്ക് നെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പൗച്ചില് പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, ഒരു കുറേ മെമ്മറി കാർഡ്. അപ്പൊ ഞാൻ പെൻഡ്രൈവ് എടുക്കണ്ടല്ലോ. പെൻഡ്രൈവ് ഞാൻ വെറുതെ എടുത്ത് പിടിച്ചു. വേണമെന്നില്ല ഇത്. പിന്നെ ഒരു കാര്യമുള്ള, ഞങ്ങൾ ആരും ഗോൾഡ് ഒന്നും കൊണ്ടുപോകുന്നില്ല. വിശ്വാസമില്ലാത്ത ഗോൾഡ് എടുക്കുന്നില്ല. പിന്നെ എന്റെ രണ്ട് ക്യാപ്പ് ഉണ്ട്, ഞാൻ ഇതൊക്കെ ഇങ്ങനെ വെക്കും. വെക്കട്ടെ. ഓ മൈ ഗോഡ്. അത് അടച്ചു കഴിഞ്ഞ ഗ്യാപ്പായിപ്പോ. ശരി. അതല്ല, എന്റേതാണ് ഏറ്റവും ഈ കൂട്ടത്തില് ഒരു അച്ചടക്കം ഇല്ലാണ്ട് പാക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇത്രയും വൃത്തിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ പാക്ക് ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ പ്ലാൻ ഇല്ലാണ്ട് എല്ലാം കയറ്റി ഇങ്ങനെ വെച്ചിട്ട് ഒരു അയൺ ബോക്സ് മുകളിൽ വെച്ചിട്ട് പോകും. വൃത്തിയായിട്ട് പാക്ക് ചെയ്യേണ്ടത്. ഇത്രയും വൃത്തിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. എന്തൊക്കെ അടഞ്ഞിട്ടുണ്ടാവില്ല, അടയുമല്ലോ. എന്നാലും ഇതിലേക്ക് മാക്സിമം അതെല്ലാം ബൈക്കോണു. അതെല്ലാം ബൈക്കിന് റിസ്ക് ചെയ്യല്ലോ. ഇത് കൈ പറ്റുള്ളേ, എന്തിനാടാ റിസ്ക്? ഏതെങ്കിലും ഒരു ട്രൈപ്പോഡ് പോരെ. ഉമ്പിച്ചോണ്ട് അതും കൂടി എടുക്കണം പോലോ. എന്നാ 2 ട്രൈപ്പോഡ് ഓൾറെഡി ഉണ്ട്. ഇത് 4. ഇതെന്നാലും യൂസ് ചെയ്യാം, അത് മതി. ഇതാണെങ്കിൽ 10 meters വരെ പൊന്തിക്കില്ല. ഇത് മതി. ഇത് കപ്പലച്ചിക്ക് വേണ്ടി കൊണ്ടേല്. പിന്നെ മലയിങ്ങനെ ഇനോടൊക്കെ ഇടുന്നത്. അയ്യോ, ഇത് ഇനോടൊക്കെ ഇട്ട മൈക്ക്. ഈ വക സാമാനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഫോണിന് ചാർജർ എടുത്ത് വിളിച്ചേ.
ഫോൺ ചാർജർ ഇല്ലടോ. നിങ്ങൾക്ക് സി ടൈപ്പ് ഉണ്ട്? ആ മാറ്റി കൊടുത്തില്ല. ഒരു അയ്യോ ഇവന്റെ ഷൂ ഊരിപ്പോയി. ഹീൽ അറേഞ്ച് ചെയ്യുന്നത്. ഇതാ അടിപൊളി. ഇത് സംഭവം ഒരു സ്പ്രേ ആണ്. നമ്മുടെ ബ്ലോഗർ ഇങ്ങനെ ഇതെല്ലാം ഇടേണ്ടതാ ഇനി. ഹലോ ഇതെല്ലാം ഇവിടെ വെച്ചോ, ട്രൈപോഡില്ല. ഡയറി അത് നിങ്ങളെ ഇതുണ്ടാക്കി ബാഗ് ഉണ്ടാക്കി. ആ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്. ബാച്ച വട്ടത്ത് വെച്ചാൽ ഒന്നുകൂടി സ്പേസ് കിട്ടും. മറ്റാണ് റോൾ ചെയ്ത് വെച്ചിനെങ്കിൽ അതിനോട് തന്നെ ഇഷ്ടംപോലെ. ഹാൻഡ് ബാഗിനൊക്കെ തന്നെ ഈ ബലേനുള്ളൊക്കെ വെച്ചാൽ മതി. ഒരു കവറിനൊക്കെ ഇട്ടിട്ടു. ആ അവിടെ ഇല്ല, അതിനെ ഓപ്പോസിറ്റ് തുറക്കടോ. ആ അവിടെ സ്പേസ് ഉണ്ടില്ലേ. നമ്മുടെ ബ്ലോഗർ കുട്ടിക്ക് ബുദ്ധിയില്ല. ഈ ഷിപ്പിനൊക്കെ റാവർ അങ്ങ് ഇതന്നെ ഇടണമെന്നുണ്ടാ. ഇട്ടേനെ ഇട്ടിറങ്ങിക്കളേണ്ടിയില്ലായി തന്നെ മതി. ഒന്ന് പേടിച്ചോ പിടിച്ചോയാ. ആ ക്യാമറമാൻ ഞാൻ 3-ലിടട്ടെ. അടിപൊളി ബുക്കാണ് സാപ്പിൻ. ഭയങ്കര ഒരു ഹരമുള്ളൊരു ഇതാണ്. വേറെ പരിപാടി ഉണ്ട്. താൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എന്തോ ഞങ്ങൾ സത്യം പറഞ്ഞ ഇപ്പോൾ കഴിച്ചിട്ട് വന്നതുകൊണ്ട് വിശപ്പൊന്നുമില്ല ഞാൻ. അപ്പം എൻ്റെ പാക്കിങ് ഓൾമോസ്റ്റ് സെറ്റായി എന്ന് വെച്ചാൽ കുറേ സാധനം കൂടി കുത്തി കയറ്റി വെക്കാനുണ്ട്. ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് സീരിയസ് നോക്കിയാൽ നല്ല മോയ്സ്ചറൈസറും ഉണ്ട് അതിൽ. ലിബാം ഇല്ലാത്തെല്ലാം കേസിൽ അത് മാത്രം ഇട്ടാൽ മതി. ഓക്കെ ടീറപ്പ ഷിപ്പ് അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൊല്ലേ. ബാഗുണ്ട്, ഇത് 2 ബാഗാണ് വേറെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ പ്രിപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ജീനയും പോയി. അപ്പോൾ എന്തൊരു ബ്ലൂ കളറ്, ഇത് മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ, ഞങ്ങളുടെ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ ആയിരിക്കും. ഷിപ്പ് എന്നുള്ള വീഡിയോസ് എടുക്കാം, ഷിപ്പ് ടൂർ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ബൈ. വേറെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നല്ല തിരക്കായി പോയി. കാണാം. അപ്പോൾ ബൈ 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 ബൈ.